ഗുരുജനങ്ങളെ, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ജ്വാല അവാർഡ് ഇത് 26ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ആരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനരായ അതിഥികളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ എ പി ജയരാമൻ സർ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. അടുത്തതായി ശ്രീ വി രാജശേഖരനുള്ള വരുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മിസ്റ്റർ സൈമൺ വാളാച്ചേരിൽ എന്ന മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെയും പ്രമുഖ അതിഥികളുടെ ഗണത്തിൽ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. താങ്ക് യു. കൈയടിച്ച് അവരുടെ ആദരവ് വ്യക്തമാക്കിയ നന്ദി. അടുത്തതായി ഈ മഠത്തിന്റെ അഭിമന്യനായ സ്വാമിജി അഭയാനന്ദപുരി അവരുടെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വളരെ ഊർജ്ജസ്വലനായ സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയായ ശ്രീ രമേശ് കലമ്പുലിയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയ സർവാദരണീയനായ ശ്രീ കൃഷ്ണകുറുപ്പ് സാറിനെ, പ്രൊഫസർ കൃഷ്ണകുറുപ്പ് സാറിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലെയും കേന്ദ്ര ബിന്ദുവായ നമ്മുടെ ആദരണീയനായ മാനേജിംഗ് ഡയറക്ടർ UN ഗോപിനായർ അവരെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ചടങ്ങ് 1 മണിക്കൂറോളം വൈകിയിരിക്കുന്നു. അത് പരിഗണിച്ചുകൊണ്ട് ഓരോന്നായിട്ട് പരിപാടികളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി ഈ മഹത്വമായ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വേദിയിലിരിക്കുന്ന അഭിമതരായ വ്യക്തികളെ സാദരം ക്ഷണിച്ചു കൊടുത്തു. നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തതിനായിട്ട് ഡോക്ടർ സർ, ഡോക്ടർ എ പി ജയരാമൻ, സ്വാമി അഭയാനന്ദപുരി, ശ്രീ സൈമൺ വാളാച്ചേരിൽ, ശ്രീ രമേശ് കലമ്പുലി, ശ്രീ കൃഷ്ണകുറുപ്പ് ആൻഡ് മിസ്റ്റർ UN ഗോപിനായർ. ഒന്ന് കൈയടിക്കുക. സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. I call Chairman Professor K.G. Krishna for this. Good morning, everybody.
I said good morning. Thank you. A hearty welcome to the dignitaries of the dais, the distinguished awardees, members of the Jwala family, and my little young brothers who are temporarily sick with a disease unfortunately called cancer. ഭാരതത്തിൻ്റെ അമൃതകാലം ദുബേജി ഈ ഫോളം തന്നെയാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ അമൃതകാലം അമൃതാനന്ദ ഒരു മഠത്തിലാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. അമൃതാനന്ദ കുഴിയിലെ പൂജനീയ മഠാധിപതി നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ദൈവാധീനമുള്ള ഒരു അന്തരീക്ഷത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അവാർഡീസ് അവർക്ക് വേണ്ടി 26ാമത് പ്രാവശ്യം ജ്വാല അവാർഡ് വെക്കുകയാണ്. This is the 26th award function of the Jwala family. Today we have with us none other than Dr. APJ. I hope you are familiar with Dr. APJ. It is Dr. APJ Ramanji, who also worked with the great APJ, Dr. APJ Abdul Kalam. Dr. Ramanji is a nuclear scientist. That is the profession. But when a nuclear scientist is also blessed by Saraswati, what Devi, he becomes a writer. Words flow like the Ganges. ഗംഗമാതിരി ഗംഗാ പ്രവാഹം പോലെ വാക്കുകൾ വാക്യങ്ങളായി കവിതാരൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ചീഫ് ഗസ്റ്റാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. ന്യൂക്ലിയർ സയന്റിസ്റ്റ്, ന്യൂക്ലിയർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമുക്കെല്ലാം മനസ്സിലാകുന്നതാണ്ട് ഹിരോഷിമയോ നാഗസാക്കിയോ വലിയ ബോംബ് എക്സ്പ്ലോഷൻ ഒക്കെയാണ്. But the moment you come to hear him, we understand nuclear science is what we take in the breakfast in the morning. When you eat the multi-grain parotha, it is a gift of nuclear science. When I speak to you and the lights are on, it is a gift of nuclear science. പ്രകാശവും ശബ്ദവും ജീവനും തരാൻ കഴിയുന്നതാണ് ന്യൂക്ലിയർ സയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർ എ പി ദേവരാമൻ സാറിൻ്റെ ശിഷ്യനായതിനു ശേഷമാണ്. ഈ സ്റ്റേജിൽ അദ്ദേഹത്തോടൊപ്പം ശ്രീ സൈമൺ വാളാഞ്ചേരിയുണ്ട്. അദ്ദേഹം കടലുകൾക്കപ്പുറത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ് നമ്മളെ കാണാൻ, ഈ ഒരു ഫംഗ്ഷൻ കാണാൻ, ഈ അവാർഡീസിന് കമ്പ് കാണിക്കും. ഞാൻ പലപ്പോഴും ഇരുന്ന് വിചാരിച്ചിട്ടുണ്ട്, ഈ ജ്വാലയും സൈമൺ വാളാഞ്ചേരിയുടെ നേർക്കാഴ്ചയും ട്വിൻസ് ആണോ, ഇരട്ടപ്പെട്ടതാണോ? അതിനപ്പുറം ഞാൻ വിചാരിക്കും ഒരുപക്ഷെ സൈമൺ വാളാഞ്ചേരിയും ഗോപി സാറും രാമലക്ഷ്മണന്മാരാണോ സംശയിച്ചിട്ടുള്ളത്. ആരാണ് രാമൻ, ആരാണ് ലക്ഷ്മണൻ അവർ തീരുമാനിക്കും. അകലെ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ രാമലക്ഷ്മണന്മാരാണ്. അങ്ങ് അമേരിക്കയിൽ തുഞ്ചന്റെ മണിശബ്ദം, കുഞ്ചന്റെ തുള്ളൽ മലയാളികൾക്ക്, അത് പ്രത്യേകിച്ച് മലയാളികളുടെ 3ാം തലമുറക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വലിയ ജോലിയാണ് നേർക്കാഴ്ച ചെയ്യുന്നത്. താങ്ക് യു സർ. ഹാറ്റ്സ് ഓഫ് ടു യു.
നമ്മുടെ കൂടെ ആധ്യാത്മിക ഗുരു, ഇതിവിടുത്തെ മഠാധിപതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശീർവാദങ്ങൾക്കായി നിങ്ങളോടൊപ്പം ഞാനും നമിക്കുന്നു, നമസ്കരിക്കുന്നു. ബോംബെ പട്ടണത്തിൽ എന്ത് സോഷ്യൽ വർക്ക് ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് മലയാളികളുടെ ആണെങ്കിൽ അവിടെ ഒരാളുണ്ടാവും. അദ്ദേഹത്തിന്റെ പേരാണ് എന്താണെന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ പേര് രമേശ് കലമ്പുരി. രമേശ് കലമ്പുരി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് നെറ്റ്വർക്ക് കാണുന്നില്ല. അങ്ങക്ക് സ്വാഗതം, സുസ്വാഗതം. ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന അവാർഡീസ്, they are the purpose of today's meeting. They are all lifetime contributions to the cause of mankind. Gopi sir, by awarding them, by honoring them, we are receiving the honor from society. It's a give and take. We honor you and we are being honored by society. Again, I repeat, we also welcome the sick, slightly unfortunate patients from Tata Hospital. This is a part of our social commitment in today's function. Thank you, Gopi sir, for thinking of collaborating with them, calling them here. And they are also being honored. I honor you children. Aapko sabko mera शुभकामनाएं, बहुत ही जल्दी आप ठीक हो जाएंगे। इस प्रार्थना के साथ मैं चेयरमैन का टॉक या प्रेसिडेंशियल टॉक जो बोलते हैं, इट इज अ फॉर्मेलिटी, इट इज अ हर्डल बिफोर हियरिंग द VIPs speak. So I do not want to prolong my words. I conclude with once again welcoming you all to this meaningful award function. God bless you. ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കമ്മിറ്റി ചെയർമാനുമായ പ്രൊഫസർ KG കൃഷ്ണൻ സാർ, നമ്മുടെ ചീഫ് ഗസ്റ്റും ന്യൂക്ലിയർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റും ആയ ഡോക്ടർ AP ജയരാം സാർ, ഗസ്റ്റ് ഓഫ് ഓണർ ആയി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിയില്ല, ആയ പ്രൊഫസർ VN രാജശേഖരൻ പ്രൊഫസർ, അമേരിക്കൻ നേർക്കാഴ്ചയുടെ ചീഫ് എഡിറ്ററും ഗസ്റ്റ് ഓഫ് ഓണറുമായ നേവി ഓഫീസർ കൂടിയായ സൈമൺ വളച്ചേരി സർ, നമ്മുടെ മഹാനന്ദനായി സ്വാമി മഠാധിപതി അഭയ അമൃതാനന്ദപുരി സ്വാമി സാർ, നമ്മുടെ ശ്രീ രമേശ് കലമ്പൂരി സാർ, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിട്ടുള്ള മഹത് വ്യക്തികളെ, ജ്വാല അവാർഡ് ജേതാക്കളെ, അത്രയും പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, എവർക്കും ജ്വാല അവാർഡ് കമ്മിറ്റിയുടെ പേരിൽ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നു. പ്രൗഢഗംഭീരമായ മഹത്തരമായ ചടങ്ങിൽ പങ്കുചേരുവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ജ്വാല അവാർഡ് എന്തിനു വേണ്ടി? അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും വർഷങ്ങൾ എന്തിനാണ് ഈ ജ്വാല അവാർഡ് നടത്തുന്നത്? കഴിഞ്ഞ 34 വർഷം മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രവാസി മാസികയുടെ ചുവട് പിടിച്ചുകൊണ്ട് നടത്തുന്ന 26ാമത് ജ്വാല അവാർഡ് ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത്രയും വർഷം വ്യത്യസ്തമായ രീതിയിൽ പുതുമയോടുകൂടി നടത്തപ്പെടുന്ന ഭാരതത്തിലെ തന്നെ ഒരേ ഒരു പ്രവാസി അവാർഡ് ചടങ്ങാണ് ജ്വാല അവാർഡ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു.
കോവിഡ് കാലത്ത് പോലും അതുപോലെയുള്ള ദുർഘടങ്ങളെല്ലാം സധൈര്യം മറികടന്ന് നാളെ ഇതുവരെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ചീഫ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ യു എൻ ഗോപി സാർ, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി മിസ്സസ് ലീല നായർ, മിസ് ദേവിക നായർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകില്ല. അവർക്ക് ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കാൻ ഈ അവസരം ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരെ കണ്ടെത്തി അവരുടെ പ്രവർത്തനങ്ങൾക്ക് കഴിവുകൾക്കും അംഗീകാരവും ആദരവും നൽകേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. അതിനുപരി മഹത് വ്യക്തികളെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുവാൻ നമ്മുടെ ചാനലുകൾ ആയ TV, ദൂരദർശൻ ചാനൽ, സോഷ്യൽ മീഡിയ, പത്രമാധ്യമങ്ങൾ, 24 ചാനൽ, മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മൾ ഇതുവരെ ഈ ചടങ്ങുകൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ നന്മ നിറഞ്ഞ കർമ്മശ്രേഷ്ഠരായവരുടെ സമൂഹത്തെ വാർത്തെടുക്കുവാൻ അവസരം ഒരുക്കുകയാണ് ഈ അവാർഡ് ചടങ്ങ്. കഴിഞ്ഞ 3 അവാർഡ് ചടങ്ങുകളിൽ എനിക്ക് പങ്കെടുക്കുവാൻ അവസരമുണ്ടായി. ഇവിടെ മട്ടക്കയിൽ വെച്ച് നടന്ന കേരള സമാജത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ചടങ്ങിൽ മിസ് ഇന്ത്യ ഐക്കൺ ആയ നിമിഷ നായർ സന്നിധരായിരുന്നു. ആ അവാർഡ് ആ ഒരു വേദിയിൽ വെച്ച് തന്നെ അവർക്ക് ഒരു ഫിലിമിൽ നായിക നടിയാകാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അതിലുപരി ഒത്തിരി അവാർഡുകളും മറ്റ് സിനിമകളും അവർക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ അതിൽ ജ്വാല കമ്മിറ്റി വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ആ ചടങ്ങിൽ വെച്ച് തന്നെ ശ്രീ AKB കുമാർ സാർ, അദ്ദേഹം ദേവിയിലായിരുന്നു, അദ്ദേഹത്തിന് മാൻ ഓഫ് ദ ഇയർ അവാർഡ് നൽകുകയുണ്ടായി. അതിനുശേഷം 5 സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും സ്ക്രിപ്റ്റ് എഴുതുകയും അതിലൂടെ ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ചെന്നൈയിൽ വെച്ച് നടന്ന മറ്റൊരു അവാർഡ് ദാന ചടങ്ങിൽ പ്രശസ്ത മലയാളിയും ബിസിനസ്സുകാരനുമായ വെസ്റ്റേൺ കൺട്രോൾ MD-യുമായ ശ്രീ KR മനോജിന്റെ സാന്നിധ്യം ജ്വാലയ്ക്ക് ഉണർവേകി തുടർച്ചയായ സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി റിട്ടയർഡ് സൈനികരെ അവരുടെ ഉത്കൃഷ്ട സേവനത്തിന് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത് എന്തുകൊണ്ടും സൈനികനായ അന്നത്തെ കമ്മിറ്റി ചെയർമാൻ കൂടിയായ എനിക്ക് അഭിമാനിക്കാൻ അവസരമായി. ക്യാഷ് അവാർഡ് നേടിയ ഹവീൽദാർ ശ്രീജിത്ത് എന്ന വ്യക്തി ഈ അവാർഡിന് ശേഷം അദ്ദേഹം സ്റ്റേജിൽ വെച്ച് തന്നെ വളരെ വികാരഭരിതനായി. കാര്യം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് ഇങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം 83 സൈനികരെ അദ്ദേഹം വാർത്തെടുക്കുകയുണ്ടായി. വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗ്രാമത്തിലാണ് വസിക്കുന്നത്. ആ ഗ്രാമത്തിലെ ഓരോ കുട്ടികളെയും 4 മണിക്ക് എഴുന്നേറ്റ് പോയി അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നേവി, പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് റിക്രൂട്ട് ചെയ്ത് 84 ഫാമിലിയെ രക്ഷപ്പെടുത്തിയ വ്യക്തിയായി മാറുകയും അദ്ദേഹത്തിന് ഒത്തിരിയധികം അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ ജ്വാല അവാർഡ് ചടങ്ങുകൾ അവിസ്മരണീയമാക്കാനും നമ്മുടെ നന്മയുടെ പ്രകാശം പരത്താനും സാധിക്കട്ടെ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സുവർണാവസരങ്ങളും സമ്പർസമൃദ്ധിയുടെയും നാളുകൾ പിറക്കട്ടെ.
ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരാശംസകൾ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവമംഗളഭവ. ജയ് ഹിന്ദ്. നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ് 2 വാക്കേ സംസാരിക്കാവുന്നു പറഞ്ഞു. ഞാൻ കേട്ടില്ല. ഇനിയ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാൻ അമേരിക്കയിൽ ഇന്നലെ എത്തിയതേ ഉള്ളൂ. പക്ഷേ നല്ല ജെറ്റ്ലാഗിലാണ്. അവിടുത്തെ പാതിരാതൊക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ നോക്കുന്ന സ്റ്റേജിലല്ല ഇരിക്കുന്ന എല്ലാവരും കൂടെ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ജെറ്റ്ലാഗ് പോലെ ഇരിക്കുന്നു. നമുക്കൊന്ന് പിന്നെ 3 വർഷം മുമ്പ് ഈ പൊൻപൻ സാറ് പറഞ്ഞതുപോലെ സൈമൺ സാറെ ഒരു നിങ്ങൾ അമേരിക്കയിലെ ഒരു പ്രിന്റഡ് ഓൺലൈൻ പ്രവർത്തകനാണ്. ഞങ്ങളുടെ ജ്വാല മാഗസിൻ്റെ ഒരു അവാർഡിനായിട്ടുണ്ട് മദ്രാസിൽ വന്നത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തു. പക്ഷെ അന്ന് വൈകിട്ട് എൻ്റെ വൈഫ് ഒന്ന് വീട് കാണിച്ചു. അത് കാരണം എനിക്ക് വരാൻ സാധിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടോ അത് വരാത്തതുകൊണ്ട് എനിക്ക് ബോംബെ വരാനും നിങ്ങളെപ്പോലെ ഉള്ള ഈ ഗോപി സാറിൻ്റെ നല്ല പത്രപ്രവർത്തകരെയും അതുപോലെ തന്നെ ഗോപി സാറിൻ്റെ ഇത്രയും വിശിഷ്ട വ്യക്തികളെ എനിക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഞാൻ ബൈ പ്രൊഫഷൻ ഐ ആം ആൻ എയറോസ്പേസ് എഞ്ചിനീയർ. എനിക്ക് പത്രമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ ഒരു 8 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു ഒരു പത്രം നിന്നു പോവാണ്. ആ നിന്നുപോയ പത്രം ഒന്ന് എടുത്ത് നടത്താവുന്നു. ഞാൻ പറഞ്ഞു പഴയ ഒരു ദേവികാരനല്ലേ. ഞാൻ പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്ത് ഇപ്പം അത് ഓൾമോസ്റ്റ് 7 വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനു മുമ്പുള്ള അമേരിക്കയിലുള്ള എല്ലാ പത്രവും നിന്നുപോയി. പിന്നെ ഗോപി സാറിനെ പറ്റി നമ്മുടെ ചെയർമാൻ പറഞ്ഞു ഞങ്ങൾ ട്വിൻസാണ്. അത് ഗോപി സാർ മാത്രമല്ല അമേരിക്കയിലുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ തൊടുപുഴയുടെ ആളും ഓരോ ആളും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻസ്. ഇതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നിമിത്തമാണ്. കാരണം മാതാ അമൃതാനന്ദ അമ്മ ചിക്കാഗോയിൽ 2 പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് കുട്ടികളില്ലായിരുന്നു. ഞാൻ അവിടെ പോയി അമ്മയുടെ അവിടെ പോയി പ്രാർത്ഥിക്കുകയും പക്ഷെ അന്ന് ചെന്നൈ വരാതെ ഇതിൻ്റെ ഒരു കാര്യമാണ്. ചിലപ്പം ഈ മഠത്തിൽ വന്ന് സ്വാമിനെ കാണാനും ഇതുപോലെയുള്ള വിശിഷ്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നതുകൊണ്ടായിരിക്കാം. ഗോപി സാറിൻ്റെ കോവിഡ്കാലം അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം ഞാൻ അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു സഹോദരനേക്കാളും കൂടുതൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടത് എൻ്റെ ഗുരുസ്ഥാനത്താണ്. കാരണം ഇപ്പോഴും 35 വർഷമായിട്ട് നടക്കുന്ന ഈ ജ്വാല മാഗസിൻ അദ്ദേഹം ഈ തമിഴ് പറയുന്ന പോലെ വിടമാട്ടെ എന്ന് പറഞ്ഞ പോലെ ഇത് കൊണ്ടുനടക്കുകയാണ്. 26ാമത്തെ അവാർഡ്. ഇതൊന്നും ഗോപി സാറിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞങ്ങളെ പോലുള്ള പത്രപ്രവർത്തകർക്കോ അതിൻ്റെ ഒരു പ്രത്യേക ജീനാണ്. ഇപ്പം ആളുകൾ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചു പരമ സാറിനോട് എന്താണ് ഈ UN ഗോപി സാർ. ഒരാൾ എന്നോട് പറഞ്ഞത് യുണൈറ്റഡ് നേഷൻ ഗോപി സാറാണ്. കാരണം ഇദ്ദേഹം ഈ ബോംബെ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് ഈ ജ്വാലയുടെ ആ തീ അതിൻ്റെ ജ്വാലയുടെ ആ ലൈറ്റ് ദൈവത്തിൻ്റെ ആയിട്ടുള്ള ആ കൃപയുള്ള ആ മനുഷ്യൻ എന്നോട് കൂടി ഈ പ്രവർത്തനം ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരിയധികം നന്ദിയുണ്ട്. എന്നെയും എൻ്റെ 1-2 ഫ്രണ്ട്സ് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ 4 അവാർഡീസ് അമേരിക്കയിലുണ്ട്. അവരെ എല്ലാവരും സെലക്ട് ചെയ്തതിന് നിങ്ങളുടെ ഈ അവാർഡ് കമ്മിറ്റി മെമ്പേഴ്സിനോടും നമ്മുടെ ഗോപി സാറിനോടും പനപ്പ സാറിനോടും എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് ജ്വാല മാഗസിന് അഭിനന്ദനങ്ങൾ, ആശംസകൾ. പുതുവത്സരം നിങ്ങൾ 3 പതിറ്റാണ്ടുകളായിട്ട് നടത്തിവരുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രോഗ്രാമുകൾ, അതായത് സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രോഗ്രാമുകൾ, അതായത്
ചെറുപ്പക്കാരായ എഴുത്തുകാർക്കുള്ള അവാർഡ് ചടങ്ങുകൾ ഇതെല്ലാം തന്നെ വളരെ പ്രശംസനീയമാണ്. ഇത് കൂടാ ഒരു കാര്യം വളരെയധികം എല്ലാവരും ധരിപ്പിക്കേണ്ടത്, ഇതിൻ്റെ ചീഫ് എഡിറ്ററും ഫോണ്ടറും ഗോപിനാഥ് സാർ വളരെ എളിമത്വമാണല്ലോ ഏറ്റവും വലിയ ഗുണങ്ങളിലും. ഞാനെന്ന് പറയാം, അമ്മയായിട്ട് അമ്മയുടെ ആശ്രമം ചെയ്തിട്ട് 30 വർഷം 15 കാലം തന്നെയാണ് ഞാനും ആശ്രമമായിട്ട് കണക്റ്റായി. അപ്പം ആദ്യ കാലങ്ങളിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം. ആദ്യമായിട്ട് ശിവാജി പാർക്ക് വലിയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണം. അപ്പം എന്നോട് ഉത്തരവാദിത്തം എടുക്കാൻ പറഞ്ഞു. എനിക്ക് ഭയമായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തീവ്രവാദി പ്രശ്നം, പിന്നെ ട്രാഫിക്കിൻ്റെ പ്രശ്നം, താമസ സൗകര്യം. അപ്പം ഞാൻ അമ്മയെ കാണാൻ പൂനെക്ക് പോയി. അവിടെ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു വരുന്നുണ്ട്. തീവ്രവാദി പ്രശ്നം, പിന്നെ ബസ് പാർക്കാൻ സ്ഥലമില്ല, ഈ ദാദറിലൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ അവിടുത്തെ തിരക്കുകൾ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അമ്മ ചിരിച്ചുകൊണ്ട് അടുത്ത് വിളിച്ച്, മോൻ പ്രശ്നം ഉണ്ടാക്കാതെ ഇരുന്നാൽ മതി. അതായത് ആധ്യാത്മിക ഏറ്റവും വലിയ ഗുണം വെച്ചാൽ കർത്തൃത്വ ഭോക്തൃഭാവമില്ലാണ്ട് അടിയറ വയ്ക്കൽ, അഭിമാനം, അവനവൻ്റെ വാനിറ്റി അടിയറ വയ്ക്കലാണ് അധ്യാത്മിക ഏറ്റവും ആദ്യമായിട്ട്. ഗുരുവിനെ അടിയറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ സാന്നിധ്യത്തോടെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ചെയ്യുന്നു ചെയ്യാത്തതൊന്നുമല്ല, അത് സ്വാഭാവിക സംഭവിക്കുന്നതാണ്. അതിന് ഉദാഹരണം ഇത് കേട്ടപ്പോൾ എനിക്ക് രീതിയിലെ ശ്ലോകം ഓർമ്മ വന്നു. ജായതേ പ്രിയദേവ കഥാചി നായം കുർവ ഭഗതാനൂയ അജോ നിത്യം ശാശ്വതയോപുരാണോ ഹന്യതേ ഹന്യമാനേ ശരീരേ. അർജുനോട് ഭാഗം, നീ കൊല്ലുന്നുമില്ല, അവർക്ക് മരിക്കുന്നുമില്ല. നീ കൊല്ലുന്നുമില്ല, അവർ മരിക്കുന്നു. ഈ തത്വം തന്നെയാണ് പറഞ്ഞത്. നീ ഒന്നും ചെയ്യുന്നുമില്ല, നീ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട പ്രശ്നമില്ല. അത് അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കും. ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലി പഠിക്കുള്ളൂ. ഞാൻ ഈ അവസരത്തിൽ എനിക്ക് ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ സ്വാധീനം. അതായത് മാധ്യമങ്ങളാണ് സമൂഹത്തിനെ സ്വാധീനിക്കുന്നത്. അത് നല്ല രീതിയിൽ സ്വാധീനിക്കാൻ, മോശമായിട്ടും നെഗറ്റീവായിട്ട് സ്വാധീനിക്കാം. അപ്പം സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ നമ്മൾ അവാർഡ് കൊടുക്കുന്നതും പിന്നെ മറ്റുള്ള സമൂഹ സേവനങ്ങളും ഒക്കെ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ. ഇതിനോടുകൂടി ആധ്യാത്മിക സന്ദേശങ്ങളും കൂടെ സമൂഹത്തിൽ കൊടുക്കുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വം ഈ അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ മാധ്യമങ്ങൾക്ക് ഈ അമ്മയുടെ അനുഗ്രഹത്തോടെ നിങ്ങളെ ഈ ഒരു ദൗത്യം കൂടെ നടത്തുന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആദരപൂർവ്വം ആശംസകൾ അഭിനന്ദനം. ഓമോപദേശിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ ആശ്രമത്തിൻ്റെ മഠാധിപതി സംഗീത സ്വാമി കല്യാണി സ്വാമികൾ, അതേപോലെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായ ശ്രീ ഡോക്ടർ ജനാനന്ദ് സാർ, ശ്രീ സോനം മണാഞ്ചേരി, അതേപോലെ പ്രൊഫസർ സാർ, പിന്നെ ഈ ജ്വാലയുടെ എല്ലാം ഉണ്ടായ ഗോപിനാഥ് സാർ, തീരെ കുറവല്ലാത്ത വേദിയിലിരിക്കുന്നവരൊട്ടും കുറവല്ലാത്ത ആൾക്കാർ തന്നെയാണ് വേദിക്ക് അഭിമുഖമായി ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ വേദിയിലിരിക്കാൻ തന്നെ പൂർണ്ണമായും ആൾക്കാരായവർ തന്നെ ചടങ്ങിൻ്റെ ഔപചാരികത എന്നുള്ള നിലയ്ക്കാണ് കണക്കൂട്ടലെങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ വേദി ഒട്ടും കുറവല്ലാതെ പറയുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ പ്രിയപ്പെട്ട ശശികല ചേച്ചി, കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ ജന്മഭൂമിയുടെ ശ്രീകുമാർ സാർ, ബാക്കിയുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഒരു മാഗസിൻ അതിൻ്റെ 30 വർഷത്തിലേറെയായി ഈ സ്ഥലത്ത് നിന്നും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. മുംബൈയിൽ മലയാളികളുടെ കുടിയേറ്റം ഏകദേശം 60 വർഷത്തിലേറെയായി കുടിയേറ്റമുണ്ട്. അതായത് അങ്ങനെ നമ്മൾ കണക്കൂട്ടുമ്പോൾ 3ാമത്തെ തലമുറയാണ് മുംബൈയിലുള്ളത്. ഇപ്പോഴും സജീവമായ ഒരു മാഗസിൻ നിലനിൽക്കുക. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാൻ ആൾക്കാർ സമയം പൊതുവെ കണ്ടെത്താറില്ല. കാരണം വിരൽത്തുമ്പിലോട്ട് അവരുടെയൊക്കെ അറിവുകൾ ഉണ്ട്. അപ്പോൾ പോലും ഈ ഇത്തരം മാഗസിനുകളെ ശ്രദ്ധിക്കാനും അതിലെ വാർത്തകൾ വായിക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമില്ല. സാറിന് ഒരു പ്രത്യേക അഭിനന്ദനം. അതേപോലെ ഈ അവാർഡ് ചടങ്ങിന് 26 വർഷങ്ങളായിട്ട് ഈ അവാർഡ് ചടങ്ങുകൾ നടന്നു. അവാർഡിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമ്മുടെ ദേശീയ ഗവൺമെൻറ്റൊക്കെ നടത്തി വരുന്ന അവാർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദില്ലിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച്
കാലാകാലങ്ങളിൽ അവാർഡ് നടത്തുന്ന ഒരു ചടങ്ങായിരുന്നു നമ്മുടെ ഭാരതത്തിൽ നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതിന് മാറ്റം വരുത്തി അർഹതപ്പെട്ടവരിൽ ഭാരതത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പുറത്തുപോലും അറിയപ്പെടാതിരുന്ന ആൾക്കാരുടെ അവരുടെ കഴിവുകൾ പരിഗണിച്ച് അവാർഡുകളൊക്കെ അവരെ തേടി ചെല്ലുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം പ്രവേശിച്ചിരിക്കുന്നു. അതേപോലെയാണ് ഈ അവാർഡിൻ്റെ നമ്മുടെ ജ്വാല അവാർഡ് ചടങ്ങുകളുടെ അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരണം അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷേ സമൂഹത്തിലെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോയവർ, ശ്രദ്ധിക്കപ്പെടാൻ അർഹതയുണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയവർ ധാരാളം. അവരെയൊക്കെ തേടിപ്പിടിച്ച് അവരെയൊക്കെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം അവാർഡായി നൽകി അവരെ സമൂഹത്തിന്റെ മുൻപിൽ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ അവാർഡ് ദാനം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അവരുടെ പ്രത്യേകമായി പറഞ്ഞു ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാർ അവരെ വളരെ നല്ല തീരുമാനമാണ് ഗോപി സാറും ഈ അവാർഡ് കമ്മിറ്റിയിലുള്ള ആൾക്കാരെ എടുത്തത്. കാരണം അത്തരക്കാരെയൊക്കെ കൈപിടിച്ച് ഉയർത്തുന്നത് അവരോടൊപ്പം നിൽക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. ആവശ്യത അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുന്നവര് അവർക്കൊക്കെ സഹായം നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം അതിന്റെ പരമോത്ഭവത്തിലേക്ക് എത്തുന്നത്. അത് കേവലം സർക്കാരിന്റെ മാത്രം കടമയല്ല, ഓരോ മനുഷ്യന്റെയും ഓരോ വ്യക്തിയുടെയും കടമയാണ്. അവരാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് സമൂഹത്തെ നമ്മോടൊപ്പം കൈപിടിച്ച് മുന്നോട്ട് നയിക്കുക എന്നത്. ഇപ്പൊ പൊതുവെ മാധ്യമരംഗത്ത് ഉള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളത് കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല കാര്യമാണ്. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ഒരു പ്രത്യേകതരം മാർക്ക് ചെയ്ത ചോദ്യങ്ങളായിട്ട് രാജ്യത്ത് ഇപ്പോൾ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ നിലവിൽ വരികയാണ്. ചില ചോദ്യങ്ങൾക്ക് മാത്രം പരിഗണന, ചില ചോദ്യങ്ങൾ മാത്രം ചോദിക്കും. ചില കാര്യങ്ങൾ കണ്ടാലും ആ ഭാഗത്തേക്ക് നോക്കാതെ അതിനെപ്പറ്റി ചോദിക്കാതെ കണ്ണടയ്ക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ അവിടെയാണ് ജ്വാല മാഗസിനിലും അതിൽ ഞാൻ അതിന്റെ പ്രത്യേകത കണ്ടെത്തുന്നത്. എന്നും പറയാനുള്ള ധൈര്യം, ആരുടെ മുഖത്ത് നോക്കിയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം. അതിന് ഏതെങ്കിലും ഈ പറയുന്ന പോലെ രാഷ്ട്രീയമോ മതപരമോ ജാതീയപരമോ ഒന്നുമുള്ള കാര്യങ്ങൾ കൊടുക്കാതെ വ്യക്തമായ കാര്യങ്ങളെ ഗ്രഹിച്ച് അതിനോടുള്ള അതിന് മുൻപിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണം, അതിന് ഞാൻ വളരെ അഭിമാനപൂർവ്വം ഗോപി സാറിനെ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. മുൻപ് ഞാൻ 3 വർഷം മുമ്പത്തെ അവാർഡ് ചടങ്ങിലും അതിനു മുൻപൊരു സംഭവം ഉണ്ടായത് ഞാൻ ആ വേദിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാറ് ആരും പറയാൻ പേടിക്കുന്ന, ഭയക്കുന്ന ചില സത്യങ്ങൾ അദ്ദേഹത്തിന്റെ മാഗസിനിലൂടെ ധൈര്യസമേതം എഴുതി. ഭയങ്കരമായ പ്രതികരണമായിരുന്നു. നമ്മുടെ മുംബൈയിൽ മാത്രമല്ല, കേരളത്തിൽ ഉണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിൽ ഉണ്ടാകാത്തതിനേക്കാൾ കൂടുതൽ പ്രതികരണം കേരളത്തിൽ നിന്നുണ്ടായി. ഇതിനേറെ പറയുന്നു, ഒരു നേരിട്ടല്ലാത്ത രീതിയിൽ ഒരു വധഭീഷണിയുടെ ഘട്ടം വരെ അത് എത്തി. അദ്ദേഹത്തിനോട് പിന്തുണ പ്രഖ്യാപിക്കാനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനും പലരും ഭയപ്പെട്ട് മാറി നിന്നു. ഒപ്പം ഉണ്ടായിരുന്നവരെ പേടിയോടുകൂടി സ്ഥാനം ഉപേക്ഷിച്ച് പിന്മാറി. അപ്പൊ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് സാറിന് ധൈര്യം പകർന്നുകൊണ്ട് സാറിനോടൊപ്പം നിൽക്കാൻ എനിക്കും സാധിച്ചു. അപ്പം അതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന വലിയൊരു സമൂഹത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ആ സമയത്ത് കൊടുത്ത് അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ പ്രേരണ കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് പലതവണ അദ്ദേഹം അത് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അവാർഡ്ദാന ചടങ്ങ് സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ സാറിന്റെ അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത് ഈ പറയുന്ന പോലെ അമേരിക്ക പോലുള്ള സ്ഥലത്ത് ഡിജിറ്റലായിട്ട് ഒരുപാട് മുന്നിലേക്ക് എത്തിയ സ്ഥലത്ത് ഇപ്പോഴും അത് വായിക്കാൻ ആൾക്കാർ താല്പര്യം കാണിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അത് നടത്തിക്കൊണ്ട് പോകുന്നത് അതിനേക്കാൾ ദുഷ്കരമായ കാര്യമാണ്. ആ ദുഷ്കരമായ കാര്യവും അദ്ദേഹം സധൈര്യം അത് ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏത് കാര്യങ്ങൾക്കോടും പ്രതികരിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അതിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിച്ച് ഞാൻ സാറിനോട് പറയുകയും ചെയ്തു, വളരെ നന്നായിരിക്കുന്നു. ധൈര്യപൂർവ്വം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കാണിക്കുന്ന ധൈര്യത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം കൂടി ഉപയോഗിക്കുന്നു. ഞാൻ പ്രത്യേകമായി ഈ അവാർഡ് സ്വീകരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ കഴിവിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്കൊക്കെ ഇതൊരു പ്രേരണയായി, പ്രചോദനമായി ഇനിയും അവരുടെ തലങ്ങളിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി ചെയ്യാൻ ജഗദീശൻ അവർക്ക് കഴിവും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലുള്ള വിശിഷ്ട കുട്ടികളെ, പ്രിയപ്പെട്ടവർ, 3 പതിറ്റാണ്ടിലധികമായി മുംബൈ അക്ഷര ലോകത്ത് സജീവ സാന്നിധ്യമായ ജ്വാലയുടെ 26ാമത് പുരസ്കാര ചടങ്ങാണിത്. എല്ലാ പുരസ്കാര ജേതാക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. വളരെ മത്സരബുദ്ധിയുള്ളൊരു മേഖലയിലാണ് ഞാൻ ഗോപിയെല്ലാം പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ഒരു 2.5 പതിറ്റാണ്ടായി ഗോപി കാത്തു സൂക്ഷിക്കുന്ന ഒരു ആത്മബന്ധം തന്നെയാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത്.
വളരെയധികം മാധ്യമരംഗത്ത് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും പല വിദേശ യാത്രകളും നടത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിലേക്ക് SP മുരളീധരൻ്റെ സാഹസിക നീന്തൽ നടത്തിയപ്പോൾ ഒരു വഞ്ചി നമ്മളത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഗോപിയാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ മലയാളികളുടെ ജീവിതം ഒപ്പിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഗോപിയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഗോപിയുമായിട്ടുള്ള ഒരു 2-13 കാലത്ത് ആത്മബന്ധം. ജോനയുടെ എല്ലാ പുരസ്കാര ജേതാക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവിധ ആശംസകളും. Revered Swamiji, beautiful minds on the stage, and all honored and respected judges. I am in a dilemma. I have 2 languages. Shall I speak in Malayalam or shall I speak in Hindi? I have Dr. Dubey here. Dr. Dubey, I will speak for you for 2 minutes. Then I will switch over to my mother tongue. We have come here at the invitation of Jwala. Jwala means flame. The most difficult thing in life is to make a flame. Right over here, when you are striking the match, the wind will, the match will not strike. The potassium chloride and the phosphorus on the matchstick did not strike properly on the side of the match, and therefore the flame did not come. After transferring that flame from the matchstick to cotton, which is a cellulosic material, dipped in oil, which is another organic material, stearic acid, that's coconut oil. So the C17 extract by C4OH of coconut oil and the C6 extract O5 of the pig, they will not react properly. And they have to come to the edge so that they can react. The oil from the lamp to the pig is a great physical chemical phenomenon. It has to be absorbed, there will be salt and transfer. The mass transfer of oil from the land to the flame is an enormous problem, and we scientists do not know how the flame works. That's the beauty of the flame. So the Jwala stands for the flame. And the most impossible act of activity is keep a flame alive. Adava brought fire from the heavens. Prometheus brought fire from the heavens. So fire is the beginning of all this. It's in that sense we started this program. മലയാളികളായ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. I bring relief to all of you as I am the last. The awards are waiting for you. എല്ലാ അവാർഡുകളും വാങ്ങിക്കുക ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയി അവനാവുന്ന എല്ലാ കാര്യങ്ങളും നല്ല വിധത്തിൽ ഭംഗിയായി ചെയ്ത് 30-40 കൊല്ലത്തെ സേവനത്തിന് ശേഷമാണ് നമുക്ക് അവാർഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഓവർനൈറ്റ് തലേ ദിവസം കൂലി കുട്ടിപ്പടയ്ക്കുന്ന പോലെ അവാർഡുകൾ ജനിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡിന് അർത്ഥമാവുക എന്നുള്ളത്. അത് പത്മ അവാർഡായാലും ശരി, ജ്വാല അവാർഡായാലും ശരി, അതിൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം എന്ന് രൂപീകരിക്കുക, ആ മാനദണ്ഡങ്ങൾ അനുസരിക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും അതൊരു പ്രോസസ്, പ്രക്രിയയാണ്. വളരെ വിഷമം പിടിച്ചാൽ മുഖം നോക്കാതെ നടത്തേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അത് സാധിച്ചു പോയിട്ടുണ്ട്. എനിക്കൊരു ദുഃഖമുണ്ടെന്നല്ലേ. ഒന്ന്, ഏറ്റവും നല്ലൊരു ചടങ്ങിൽ ഏറ്റവും സാംസ്കാരിക ഔന്നത്യത്തിൽ വിഹരിക്കുന്ന പ്രതിഭാശാലികൾക്ക് അംഗീകരിക്കുക, അവർക്ക് സമ്മാനം കൊടുക്കുക, അത് ജീവിതത്തിലെ സമ്മാനത്തിന് സാക്ഷിയാവുക എന്നത് തന്നെ വലിയ ഭാഗ്യം. അപ്പോൾ ആ സാക്ഷി എന്നുള്ള നിലയ്ക്കല്ല ഒരു സൗഭാഗ്യം. അങ്ങേയറ്റത്തെ എൻ്റെ പിൻഭാഗത്തെ ചേർന്നിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ എൻ്റെ പരാജയം, എൻ്റെ കുലത്തൊഴിലിൻ്റെ പരാജയം, ശാസ്ത്രത്തിൻ്റെ പരാജയമാണ് കാണുന്നത്. കീമോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും കടത്തിവെട്ടാൻ കഴിയാത്ത വിധം നാം ഇന്നും ശാസ്ത്രം പരാജയപ്പെട്ടിരിക്കുന്നത്. ആവുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. 3 കൊല്ലത്തെ 5 കൊല്ലമാക്കാം, 5 കൊല്ലത്തെ 8 കൊല്ലമാക്കാം. പക്ഷെ 8 കൊല്ലത്തെ ഒരു 40 കൊല്ലമാക്കി മാറ്റാൻ ശാസ്ത്രത്തിന് ഒന്നും സാധിച്ചിട്ടില്ല. അത് ശാസ്ത്രത്തിൻ്റെ ഒരു പരാജയമാണ്. അതിൻ്റെ ഒരു മുഖസാക്ഷിയായി ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ചിന്താഗതികളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഒന്ന്, ഔന്നത്യത്തിൻ്റെ ഉത്തരത്തങ്ക മേഖലകളിൽ വിഹരിക്കുന്ന പ്രതിഭാശാലികളുടെ വശത്ത് പരാജയപ്പെട്ട
ദുർബലമായ ശാസ്ത്രത്തിൻ്റെ സാക്ഷികൾ. അങ്ങനെ ഒരു ഡൈക്കോട്ടമിയാണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നല്ലതും ചീത്തയും ഇരുട്ടും വെളിച്ചവും അത് കാണാനും അതിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. അങ്ങയുടെ വാക്കുകൾ മുത്തുമണികൾ പോലെ വിലപ്പെട്ടതാണ്. അങ്ങയെപ്പറ്റി അറിയുന്ന ഈ സമൂഹമില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. 40 വർഷം ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ കുറച്ച് മുമ്പാണ് അതിനെപ്പറ്റി കേട്ടിട്ടുള്ളത്. അതെനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന വലിയ മനുഷ്യനെ എല്ലാവരും ആദരിക്കുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞു മക്കളുടെ ഭാവിയെ പറ്റി വളരെയേറെ പ്രതീക്ഷകൾ കൊടുത്ത, സ്വപ്നം കാണാൻ അവരെ പ്രേരിപ്പിച്ച, അവർക്ക് വേണ്ടിയുള്ള മാർഗദീപമായി എക്കാലവും നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഡോക്ടർ APJ ജയരാമൻ അവர்களுം നമ്മുടെ സമൂഹത്തിൽ അതുപോലെയുള്ള കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ടാണ് പ്രവർത്തിച്ച് നീങ്ങുന്നത്. ഇനി വൈകിപ്പോയ ഒരു ചടങ്ങിൽ ക്ഷമാപണത്തോടുകൂടി ഞങ്ങൾ അതിനുവേണ്ടി പറയുകയാണ് മുഖ്യാതിഥികളെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പറയാം, ഒരാഴ്ച APJ രാമൻ സാർ തന്നാലും ആര് തന്നാലും നമുക്ക് അഭിമാനമാണ്, അംഗീകാരമാണ്, മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഉത്തേജനമാണ്. ഇങ്ങനെ ജ്വാല പോലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ 26 വർഷമായിട്ട് ഇതുപോലെ ഒരു അവാർഡ് നടത്തുന്നു. അതിൽ എന്നെ കൂടി പരിഗണിച്ചു. എനിക്ക് അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയത് വളരെ അഭിമാനമാണ്. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലുമൊക്കെ വലിയൊരു ഉത്തേജനമായിട്ട് തന്നെ ഞാൻ ഇതിനെ കരുതുന്നു. പിന്നെ ഇവിടെ വളരെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഈ കലാം സാറിൻ്റെ കാര്യം, APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന് പുഷ്പങ്ങൾ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ പാദനമസ്കാരം നടത്താനും പലതവണ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, സ്വന്തം പുസ്തകങ്ങൾ ഒപ്പിട്ട് വാങ്ങാൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നേരിട്ട് ഒപ്പിട്ട് വാങ്ങാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരുള്ള APJ രാമൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരം മേടിക്കുമ്പോൾ ആ ഒരു കലാം സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന അതേ വികാരം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറഞ്ഞു, ഞാൻ അമ്മയുടെ ഡിവോട്ടിയാണ്. അമ്മയോടൊപ്പം പല പ്രാവശ്യങ്ങളും വിദേശയാത്ര നടത്താൻ പോയിട്ടുണ്ട്. അമ്മയുടെ ഒരു ആശ്രമത്തിൽ വെച്ച് അമ്മയുടെ പ്രതിനിധിയുടെ സാന്നിധ്യം വെച്ച് അവാർഡ് കിട്ടുന്നു. പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ, എൻ്റെ ഒരു സഹപ്രവർത്തനെ പോലെ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് വഴികാട്ടുന്ന സൈമൺ വളച്ചേരി കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹമൊക്കെയാണ് എൻ്റെ പേര് ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തതെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ഈ രംഗത്ത് ഞാനും ഒരു മാധ്യമപ്രവർത്തകനാണ്. 33 വർഷമായിട്ട് ഒരേ പത്രത്തിൽ ചെറുതായി തുടങ്ങി ഒരേ പത്രത്തിൽ ജോലി ചെയ്യുന്ന ജന്മഭൂമിയുടെ തുടക്കം മുതലുള്ള മാധ്യമപ്രവർത്തകരാണ്. 35 വർഷമായിട്ട് ഒരു പത്രം കൊണ്ടു നടക്കാന്നുള്ള കാര്യം നിസ്സാരമല്ലെന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ്. അതിനോടൊപ്പം ഇതുപോലുള്ള അവാർഡ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ വെച്ച് വ്യത്യസ്ത രീതിയിലുള്ള ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഒരു തിരിച്ചിട്ട് അവാർഡ് കിട്ടുക, നാട്ടിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇത്
ഇതിലുപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പം അവാർഡ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷവും അതൊക്കെ നടക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് ഇപ്പം നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തമായിട്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരെ അവർക്ക് വേണ്ട ഇത് ചെയ്യുന്നുള്ളത്, അതാണ് ഈ സംഘാടകരുടെ ഒരു മഹത്വം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 15 വർഷമായിട്ട് ക്യാൻസർ രോഗമായിട്ട് ജീവിക്കുന്ന ഒരു അമ്മയുടെ മോനാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് 15 വർഷം മുമ്പ് ആദ്യം ക്യാൻസർ വന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, റിമൂവ് ചെയ്തു. അതിനുശേഷം 5 വർഷം മുമ്പ് യൂട്രസിന് ക്യാൻസർ വന്നു, അതും റിമൂവ് ചെയ്തിട്ട് ഇപ്പോഴും മിടുക്കിയായിട്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു അമ്മയുടെ മോനാണ്. അതുകൊണ്ട് ക്യാൻസറിനെ കുറിച്ചുള്ള ഇതെനിക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ അനിയത്തി ക്യാൻസർ വന്നു മരിച്ചുപോയി. പക്ഷേ വൈഫിൻ്റെ ഹസ്ബൻഡും അടുത്ത കാലത്ത് മരിച്ചു. അവരുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത 2 കുട്ടികളെ സ്വന്തം കുട്ടികളായി വളർത്താനുള്ള ഭാഗ്യം ദൈവം തന്ന ഒരു കുടുംബത്തിന് കൂടിയാണ്. അതുകൊണ്ട് ക്യാൻസറിൻ്റെ രീതിയെക്കുറിച്ചും ഒക്കെ കൃത്യ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ ഇത് മേടിക്കുമ്പോഴൊക്കെ അവരുടെ വികാരം എനിക്ക് മനസ്സിലാവും. എല്ലാവരും ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവരും വിഷമിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ ബൈക്ക് മേടിച്ചു. എനിവേ, ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഗുജറാത്തിൽ തുടങ്ങാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോപ്പറേറ്റീവ് പബ്ലിക് സെക്ടർ കമ്പനി ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു. അതിനെതിരായിട്ട് ഞാൻ ആത്മഹത്യ വരെ ചെയ്ത് ഗുജറാത്ത് വിധാനസഭയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണു തുറന്നു. അത് ജീവിച്ചു വെക്കാനുള്ള അവസരങ്ങളെ കുറിച്ച് അവർ ആലോചിച്ചു. അങ്ങനെ സംസാരത്തിൽ കൂടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ചെയ്ത് കോഓപ്പറേറ്റീവ് തുടങ്ങാം. ഞാൻ പറഞ്ഞു പബ്ലിക് സെക്ടറിലെ ജോലിക്കാർക്കെല്ലാം കോഓപ്പറേറ്റീവ് സൊസൈറ്റി 15 പേര് വെച്ച് 10 ഞാൻ തുടങ്ങി. ഇന്നും അത് വളരെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ആ കമ്പനി ഇത് കഴിഞ്ഞതിന് ശേഷം മഹേന്ദ്ര ഏറ്റെടുത്തു. ഇന്ന് മഹേന്ദ്രയുടെ മാനേജ്മെന്റ് ആണ്. അവരുടെ കൂടെ എൻ്റെ 10 സൊസൈറ്റിയും ട്രാക്കിങ്ങിന്റെ, അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി എല്ലാ പാർട്സും ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ മാറ്റിയിരിക്കുകയാണ്. അതുകൂടാതെ ബറോഡ കേരള സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരി പാവപ്പെട്ട വ്യക്തികളെ സഹായിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൊറോണ കാലത്ത് മെഡിക്കൽ ഷോപ്പുകൾ ഫിക്സ് ചെയ്ത് ഓരോ ഷോപ്പിൻ്റെ ഞാൻ അഡ്രസ്സ് കൊടുത്തു. അവിടെ പോയി മേടിക്കുക. അങ്ങനെ അവരുടെ ആവശ്യമനുസരിച്ച് മേടിച്ച് അവരുടെ അസുഖം മാറുന്നിടം വരെ ഓരോ ഷോപ്പിൻ്റെയും പൈസ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനം ഇനിയിപ്പോൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ളൊരു കടമയും കൂടി നടക്കുകയാണ്. ജീവിതത്തിൽ ഹസ്ബൻഡ് ഇല്ലാത്ത, മെയിനായിട്ട് ഹസ്ബൻഡ് മരിച്ചുപോയ സ്ത്രീകൾ, ജീവിക്കാൻ വശമില്ലാത്തവർക്ക് ഏത് രീതിയിൽ കൂടെ അവർക്ക് ജീവിക്കാനുള്ള വശം ഉണ്ടാക്കാൻ കൊടുക്കും. അവർക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ കുടിലും പോലെയാണെങ്കിൽ ഒരു വീട് കെട്ടിക്കൊടുക്കുക. അവരുടെ സ്വഭാവം തെറ്റായ രീതിയിൽ പോകാനുള്ള മജബൂരിറ്റി ഉണ്ടാകാതെ, കഴിവുകൾ ഉണ്ടാകാതെ അവരെ സൂക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരു പപ്പടം ഇൻഡസ്ട്രി, പപ്പടം ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം തുടങ്ങിക്കൊടുക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ ആം ബേസിക്കലി എ ട്രേഡ് യൂണിയനിസ്റ്റ്. എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇവിടുത്തെ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ധമക്കി അടിച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടില് അങ്ങനെ ഡോക്ടർ ദത്താ സാറും ബാൽ ഠാക്കറെയൊക്കെ ആയിട്ട് വളരെയധികം കൂടെ ഞാൻ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഈ അവസരങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എനിക്കിപ്പോൾ ഏകദേശം 309 തൊഴിലാളികളുണ്ട്. എൻ്റെ ഓൺ എംപ്ലോയീസ് ഇൻഡയറക്ട് സോമനി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവകാരണങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി എനിക്ക് ലഭിച്ചു. ഈ അവാർഡ് മേടിക്കാൻ ഞാൻ രാവിലെ 5 മണിക്ക് ബറോഡയിൽ നിന്ന് ഇറങ്ങി 7 മണിക്കൂടെ എയർപോർട്ടിലെത്തി. അത് കഴിഞ്ഞ് ഇവിടെ എത്തി എനിക്കെത്തി. നമസ്കാരം.
ശിവു ശ്രീ കൃഷ്ണകുറുപ്പ് അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നു. സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു. ശിവ Happy morning. Thank you very much for the extended introduction. I'm Honorable Sir. It is indeed a pleasure and honor to be a part of this extraordinary moment. Equipment Agencies Group of Company was incorporated in the year 1969 by my father, Dave K.B. Prabhakar. To say so, we are the second generation running and still continuing. The journey so far has been a profound one. It is only through sheer hard work, consistency, and perseverance to remain undeterred from our goal. We are where we are today. The goal of providing excellent quality industrial machineries, processing machineries, and allied equipments for our country. I stand before you with an added vision of creating a community of entrepreneurs who are self-established, which in turn makes Equipment Group the route where the downside began. As saying so, small drop of water makes an ocean. I hope and wish to see each of our hard work and thoughts put together create a better and strong place for our next generation to come. By saying so, I am ever grateful to Mr. U.N. Gopinath, Chief Editor of Jwala Magazine, and the selection committee to have given me this astounding opportunity. Wishing each and everyone all the best. Thank you. ശ്രീ സത്യനാഥ് സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുംബൈയിലെ പ്രമുഖ എഴുത്തുകാരനും സമൂഹത്തിലെ ഏറെ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ സത്യനാഥ് സാർ. നമസ്കാരം. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ മലൂണി ഏരിയയിലെ സ്കൂളാണ് മലാഡ് വെസ്റ്റ് മലൂണി ഏരിയ. അവിടെ ഇത്രയൊക്കെ അവാർഡുകൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യം 33 പ്രൈവറ്റ് സ്കൂൾസാണ്. അവിടെ BSc ആക്ഷൻ കോർട്ട് ആക്ഷൻ ഉണ്ടായി ടു ബി ഡിമോളിഷൻ ചെയ്യാൻ. അപ്പോൾ ഡിമോളിഷൻ സ്ട്രൈക്കിൽ 4 ദിവസം സാറിനോടൊപ്പം സ്ട്രൈക്കിലിരിക്കുകയും അതിനെതിരെ എതിർക്കുകയും ചെയ്തവളാണ്. ടീച്ചറായിട്ട് വർക്ക് ചെയ്തു, ഈ സ്കൂളിനൊപ്പം നിന്നു, കമ്മീഷണറെ കണ്ടു. കമ്മീഷണർ പറഞ്ഞു എൻ്റെ ആക്ഷനല്ല, ഇത് കോർട്ടിൻ്റെ ആക്ഷനാണ്. ഹൈക്കോർട്ടിൽ പോവുകയും ചെയ്തു. പക്ഷേ ഈ 33 സ്കൂൾസ് പൊട്ടിക്കാനായിട്ടുള്ള ഓർഡർ ഇട്ടു. പക്ഷേ ഞാനെന്ത് പറഞ്ഞു, മോദിയോട് നേരിട്ട് തന്നെ പറഞ്ഞു, PM മോദിയോട്, അപ്പനെ പ്രൈം മിനിസ്റ്ററെ നമ്മളുടെ 33 സ്കൂൾ മലാഡിൽ അല്ലെങ്കിൽ മലൂണിയിൽ 33 സ്കൂൾസ് ആൻഡ് കോളേജ് ഗവൺമെന്റിന്റെ തരത്തിൽ പണിതിട്ട് നിങ്ങൾ പൊട്ടിച്ചോളും. അത് മോദി കേൾക്കുകയും ചെയ്തു. അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കോളിയേഞ്ചൽ ഹൈസ്കൂളിന് വേണ്ടി സ്ഥലം എടുത്തിട്ടിട്ടുണ്ട്, അവിടെ സ്കൂൾ ആൻഡ് കോളേജ് പണിയാൻ വേണ്ടിയിട്ട്. പൊളിറ്റീഷ്യൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് പിന്നോട്ട് നിന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഈ സ്കൂൾ പണിയും. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലാഡ് ഏരിയയിൽ മലൂണി സൈഡിൽ വളരെയധികം കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ സാറ് പഠിപ്പിച്ച് പുറത്തിറക്കി. ടീച്ചേഴ്സിൻ്റെ അവിടെ മലയാളി ടീച്ചേഴ്സിൻ്റെ വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല നിലയിൽ തന്നെ മലാഡിൽ പ്രവർത്തിക്കുന്നു. എല്ലാവരും അറിയാം. ഞങ്ങളുടെ മലൂണി ഏരിയയിലെ MLA MP എന്നാലും BMCയോട് കൂടി ഗവൺമെൻറ്റിനോട് കൂടി നമ്മൾ നിൽക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ പേരിൽ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ലോ ഇൻകം ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ബോംബെയിലുണ്ട്, ഡൽഹിയുണ്ട്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഗോപി സാറിനെ പറ്റി പറഞ്ഞാൽ ഞാൻ സാറിൻ്റെ അടുക്കൽ പെട്ടെന്ന് പറയുക, സാറിൻ്റെ അടുക്കൽ പറഞ്ഞപ്പോൾ ക്യാൻസർ പേഷ്യൻറ്റിനാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സാർ അംഗീകരിക്കുകയും ഇത് ഏറ്റെടുക്കുകയും ചെയ്തതിൽ വളരെയധികം നന്ദി ഗോപി സാറിനോട്, മറ്റുള്ള എല്ലാവരോടും. അനുജീവക പ്രത്യേകിച്ച് പ്രേംലാൽ, കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നവർ, USA നിന്ന് വന്നിരിക്കുന്നവർ, പ്രവാസികളെ ഒക്കെ ബോംബെയിലെ എഡ്യൂക്കേഷൻ.
Thank you, Jwala Magazine, Gopi sir, Rajkumar sir, Swamiji, the dignitaries on the dais. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ ഡെലിവറി ചെയ്തിട്ട് ഒരു ഫാമിലി മെമ്പേഴ്സിനെ ഞാനത് അവരുടേതായ ന്യൂസ് അറിയിക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് അടക്കം ഫ്രണ്ട്സ് എല്ലാവരും വളരെ ഹാപ്പിയാണ് കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. ആസ് അഗെയിൻസ്റ്റ് ദാറ്റ് ഒരു സീനിയർ സിറ്റിസൺ സുഖമില്ല എന്ന് പറയുമ്പോൾ the family members get very stressed out. അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അവരുടെ മക്കൾ സമയം കൊടുക്കാൻ തീരുമാനിച്ചാലും അവരുടേതായ ഡെയിലി ഷെഡ്യൂൾ ഇറ്റ് ഡസൻറ്റ് അലൗ ദം ടു എന്നുള്ളത്. ഇന്ന് എനിക്ക് 28 ബെഡിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഐ ഹാവ് ഓൺ മൈ പേഴ്സണൽ ലെവൽ സപ്പോർട്ടഡ് ദിസ് പാലിയേറ്റീവ് കെയർ, created 4 charitable beds so that some patients who are referring can support these charitable beds. Going ahead, I am a member of the National Association of Palliative Care so that I can cater to many more patients with the blessings of Mata Amritanandamai and all the dignitaries on the dais. And I am very grateful to Mumbai Jwala Awards committee member having selected me for this award, and I get the news on my birthday from Gopi sir that I'm getting an award. This came as a surprise, sir. Thank you very much for the appreciation, and as one of the speakers said, it is a motivation for all of us to step forward and do more and more. I'm happy that the Jwala magazine and the editor and the entire committee is supporting the cause for cancer, wherein we know that there is one member from each family who has this cancer, which is taking, the quality of the life, disturbing the entire life of people. I'm also working towards it, and I will be working in hands with the team in whatever possible way that is possible. Thank you once again. രാജു ലക്ഷ്മണന് അവാർഡ് അഹമ്മദ് നഗറിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ആക്ച്വലി സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഒരുപാട് ഇൻഡസ്ട്രിയലിസ്റ്റാണ്. എനിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഇന്ന് മലയാളികൾ കഴിയുന്നത് അവരവരുടെ കാര്യം നോക്കി വീട്ടിലൊതുങ്ങുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഞങ്ങളിത് വിസർജിച്ചതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ 30 മുമ്പ് വന്നിട്ട് ഓൾമോസ്റ്റ് ഞാൻ BJP പ്രവർത്തിക്കുന്നുണ്ട്, RSS പ്രവർത്തിക്കുന്നുണ്ട്, അതെല്ലാത്തിനും പ്രശ്നങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. നേരെ കൂടുതൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫാമിലിയായിട്ട് പിള്ളേരെടുത്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ. എല്ലാവർക്കും നമസ്കാരം. സമയം അറിഞ്ഞാണ് വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലുള്ളവർക്കും എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കറിയാം, ഞാൻ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും പിന്നിൽ ആ ഒരു ഇൻഡസ്ട്രിയാണ് പ്രവർത്തിക്കുന്നത്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, സമയക്കുറവുകൊണ്ട് ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ജ്വാല മാസികയ്ക്ക് അനശ്വരമായ വളർച്ച ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഒരു മിനിറ്റ് എടുത്തോളം ഇപ്പോഴേ പരിചയപ്പെടാൻ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ പ്രകൃതി സംരക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ കമ്പനിയിൽ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ 42ഓളം പ്രോഗ്രാം നടത്തി എല്ലാവരും വിളിച്ച് അതിന് ചെടി കാണിക്കും. പിന്നെ അവർ പറയുമ്പോൾ മുഴുവൻ ചെടി കൊടുക്കും. അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പോയിട്ട് കണ്ടുപിടിച്ചിട്ടാണ്
ഈ അവാർഡ് തന്നത്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോപേട്ടന് പ്രത്യേകിച്ച് നന്ദി, നമസ്കാരം. ഇരുപത്തിയാറാമത് ജ്വാല അവാർഡ് എൻ്റെ ഹിമാലയ യാത്രാ സ്മരണ നൽകിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടുകൂടി ഞാൻ ഏറെ അഭിമാനത്തോടുകൂടി എൻ്റെ നെഞ്ചോട് ചേർക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ വരുവാൻ ഭാഗ്യമുണ്ടായ വിധിക്കും ഭാഗ്യനക്ഷത്രങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ശ്രീ മാത്യുവിനെ ശ്രീ ജ്യോതീന്ദ്രൻ പരവേലിയിലേക്കുണ്ടോ? Nowadays, this bike also become using this AI system, giving a hint that time is going fast. Anyway, once again, namaskaram to everyone. Chief guest of the today's program, Dr. A.P. Jayaraman ji, guest of honor, Mr. Simon ji, and other dignitaries on the dais, and program organizer, Mr. U.N. Gopi Nair sir, Professor K.J. Kurup sir, and Dr. R. Kovapan ji, and other great society workers and award achievers. Today, I'm sorry I'm not able to say Malayalam because I'm not belong to Kerala. I'm from north side, and I'm just trying to understand whatever is going on here. A few words I very well I understand, but still I'm not fluent, Malayalam. So I will try to have privilege to say in Hindi, if you allow, because our Indian language is Malayalam, so there is Hindi also. English is common. तो मैं सिर्फ इतना कहना चाहता हूँ कि आज सर ने मुझे डेडिकेटेड मेरे लिए 1 मिनट का टाइम दिया था by saying few words about this lighting of the lamp, Java award. It's very true. It's very phenomenon is very complex. हम सोचते हैं कि ज्वाला को ऐसे माचिस से जलाए और लाइट जो है लाइटनिंग हो गई, बट इट्स टीडियस प्रोसेस. मुझे संस्था के बारे में गुरु सर ने बताया, गोपी सर ने बताया, और मैं डॉक्टर A.P. Jayaraman सर से आज तीसरी बार मेरी मुलाकात है. एंड आई फील ऑल्दो आई लव टू गो केरला, विजिट केरला. मेरे टीचिंग स्टाफ में जो स्टाफ है जो बिलोंग टू केरला ओनली कोची, बट कभी मौका नहीं मिला वहाँ जाने का. लेकिन टुडे आई फील वेरी हैप्पी दैट केरला इज हियर. So thank you for this. And regarding this Jwala Awards and the noble cause behind this, जो भी मैंने कैंसर पेशेंट्स के बारे में और उनके बारे में जो संस्था कुछ मदद कर रही है, कुछ अपने ढंग से मेडिकल या अदर एक्सपेंस भी बियर कर रही है, गाइडेंस कर रही है, और लाइफ को उनको जीने का एक आशा, एक चांस दे रही है, जो कि बहुत नोबल कॉज है, बिकॉज जो लाइफ अपने हाथ में नहीं है. तो सर ये ज्वाला एज एंड दिया बोथ आर डिफरेंट. ज्वाला इज वेरी मोर पावरफुल देन दिया. तो ये जो प्रोसेस है और इसके पीछे जितने डायनेमिक्स जो लगे हैं, और नॉट फ्रॉम इंडिया, इंटरनेशनल लेवल पीपल्स आर आई थिंक ज्वाइन दिस संस्था ऑर्गेनाइजेशन एंड हेल्पिंग ऑल पीपल्स. तो उन सभी के लिए मैं
बहुत खुश हूँ कि इस मठ में आ करके एक मठ में ये प्रोग्राम हो रहा है जहाँ पे मुझे अवार्ड्स मुझे रिकग्नाइज किया जा रहा है। और मैं तो सर आप सबके साथ में पहले से ही हूँ, मैं एजुकेशन बैकग्राउंड से हूँ, बट सोशल कॉज भी करना होता है क्योंकि एजुकेशन सोशल बोथ आर हैंड्स इन हैंड्स, जिसमें बहुत सारी चीज़ें आती हैं। लेकिन मुझे आपने यहाँ रिकग्नाइज किया, मुझे मोटिवेट किया, मुझे इस अवार्ड के लायक समझा, इसके लिए मैं आप सभी जन को बहुत बहुत धन्यवाद शुक्रिया करता हूँ। थैंक यू। ദൈവത്തിന് നന്ദി. പ്രത്യേകിച്ച് ജാല അവാർഡ് കമ്മിറ്റി, നമ്മുടെ ഓഫീസർ എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ ഈ ജാല അവാർഡ് ഞാൻ ക്യാൻസർ ആയ മക്കൾക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു ഗോഡ്. മാഡം ആനന്ദ എന്ന ആദരണീയമായ ഓൺലൈൻ അവാർഡാണ്. നമ്മുടെ സൈമൺ സാറാണ് ഇത് സ്വീകരിക്കുന്നത്. അമേരിക്കയിൽ നമുക്ക് പോകാനുള്ള ചെലവ് ലാഭമായി. ചുരുക്കി പറഞ്ഞാൽ 4-5 അവാർഡ് സൈമൺ സാറിന്റെ കൈവശം കൊണ്ട് വിടുകയാണ്. വേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തികൾ, ഈ അവാർഡ് ഇന്ന് ഇവിടെ വാങ്ങിച്ചവർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അതുപോലെ തന്നെ ഇന്ന് ഈ സംരംഭത്തിന് ദൃക്സാക്ഷിയാക്കിയിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോഴേ ഇത് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ ഓൺലൈനിൽ കുറച്ച് പറഞ്ഞത് ഇതുണ്ട്. അപ്പം അമേരിക്കയിലേക്ക് ടിക്കറ്റ് കൊടുക്കണം. എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് ആണ്. എന്താ സാന്റാക്ലോസിൻ്റെ ബാഗിലിട്ട് കൊടുത്തു വിട്ടാലേ അതവിടെ കിട്ടിയിരിക്കും. അപ്പോൾ സാന്റാക്ലോസിൻ്റെ ആയിട്ടെങ്കിലും പോട്ടെ. അടുത്തത്, ഇതുവരെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തന്നാണെങ്കിലും ഇതെനിക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലുതാവട്ടെ. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് മറുനാട്ടിൽ വന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാക്ഷി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നൽകി ആദരിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഗംഗണപതിയെ നമഃ. ഓം ദക്ഷിണാമൂർത്തിയെ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ആധാരമാക്കി ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ജ്യോതിഷം. ഈ യാത്രക്കിടയിൽ പല വ്യക്തികൾക്കും പല ദുരിതങ്ങളും പ്രാരാബ്ദങ്ങളും വന്നു ഭവിക്കുന്നു. അതിന് ഗുരുക്കന്മാർ കൽപ്പിച്ചു നൽകിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ഇതാണ് ജ്യോതിഷത്തെ പറ്റി ചുരുക്കി പറയാനുള്ളത്. ഈ മനോഹരമായ വേദിയിൽ വെച്ച് എനിക്ക് ഈ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആശീർവാദങ്ങളും നൽകിയതിന് എല്ലാവരോടും, പ്രത്യേകിച്ച് ജ്വാല ഭാരവാഹികൾക്കും ശ്രീ ഗോപി സാറിനും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കേരളം, ജയ് മഹാരാഷ്ട്ര. സദസ്സിൽ വേദിയിരിക്കുന്ന മാന്യ വ്യക്തിയുടെ അവാർഡ് ചെയർമാൻ പ്രേംനാഥ്, രമേഷ് സാറ്, ജയമൻ സാറ്,
എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇവിടെ വന്ന് ഇത്രയും നമ്മൾ സഹിച്ചും ക്ഷമിച്ചും ആഹാരം കഴിക്കാൻ വേണ്ടി ആകാംക്ഷ നോക്കിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈ വിജയം നിങ്ങളുടെ എല്ലാ വിജയമാണ്, എൻ്റെ വിജയമല്ല. ഇതെല്ലാ കഴിവും നിങ്ങളുടെ കഴിവാണ്, എൻ്റെ കഴിവല്ല. എന്നിട്ട് അതിൻ്റെ വിശ്വാസം നിങ്ങൾ തന്നുകൊണ്ട് നന്ദി, നമസ്കാരം നോക്കുന്നു. Thank you.